അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കെടുതികളോട് അനുബന്ധിച്ച് നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായി ഹെൽപ്പ് ഡെസ്ക് നടത്തി. വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് അപേക്ഷകൾ സ്വീകരിച്ചത്. അക്ഷയ കേന്ദ്രങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഹെൽപ്പ് ഡെസ്കിൽ 100ഓളം പരാതികൾ സ്വീകരിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ ബിജി ജോൺ, വില്ലേജ് ഓഫീസർമാരായ രാജു കെ പരമേശ്വർ, അമൃതരാജ്, കൃഷി ഓഫീസർ ആര്യ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീവിദ്യ, പഞ്ചായത്ത് സെക്രട്ടറി അശ്വിൻ തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിശ്വനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് ജെയിംസ് ടി മാത്യു, മനോജ് കണ്ടത്തിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മേരി റിജി, ജോസ് കുഞ്ഞുതടത്തിൽ, മേഴ്സി മരിയ, ടോമി സൈമൺ, ഷിബോ അഗസ്റ്റിൻ, അനീഷ് കെ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാവിലെ മുതലുണ്ടായ മഴക്കെടുതികളിൽ കുറേയധികം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2-3 സ്ഥലങ്ങളിൽ ചെറിയ തോതിലാണെങ്കിലും ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. പാലം ഉൾപ്പെടെയുള്ള കലുങ്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴുകിപ്പോയ സാഹചര്യമുണ്ട്. കുറേയധികം കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ 10ഓളം വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ ആളുകളുടെ കിണറുകൾ ഇടിഞ്ഞു താഴ്ന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടുണ്ടായിട്ടുള്ള മഴക്കെടുതികളിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം, സാധാരണക്കാരായ ആളുകളാണ് ഈ ഗ്രാമപഞ്ചായത്തിലുടനീളം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷകരാണ്. അപ്പോൾ അവർക്ക് ഒരു സഹായമായി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് ഒരു ഹെൽപ്പ് ഡെസ്ക് ഇന്നിവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹാളിൽ വെച്ച് നടത്തുകയാണ്. അക്ഷയ മുഖേനയും അല്ലെങ്കിൽ വില്ലേജ് മുഖേനയും ഒക്കെ കയറി ഇറങ്ങി പല ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ പോകാതെ എല്ലാം കൂടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹാളിൽ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ അവരുടെ അപേക്ഷകൾ ഇവിടെ സ്വീകരിക്കുകയാണ് ഇന്നത്തെ ദിവസം. ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. റവന്യൂവിൻ്റെ ആളുകൾ, വില്ലേജ്, എഞ്ചിനീയറിംഗ് സെക്ഷനുണ്ട്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, മെഡിക്കൽ ടീമുണ്ട്. അങ്ങനെ എല്ലാ വകുപ്പുകളും, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. ക്യാമ്പുകൾ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഉരുപ്പുംകുറ്റിയിലും മുണ്ടയാമ്പറമ്പിലുമാണ് ക്യാമ്പുകൾ ഉണ്ടായിരുന്നത്. ഉരുപ്പുംകുറ്റിയിലെ പിറ്റേ ദിവസവും 2-ാം തീയതിയും മുണ്ടയാമ്പറമ്പിലെ 3-ാം തീയതിയും ക്യാമ്പുകൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. വീടുകൾ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോയി സന്ദർശിച്ചിരുന്നു. ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ബന്ധുവീടുകളിലൊക്കെ ആയിട്ട് മാറി താമസിച്ച ആളുകൾ അങ്ങനെയും ക്യാമ്പിലേക്ക് പോയ ആളുകൾ അങ്ങനെയായിട്ട് മാറി താമസിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ട സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുത്തു. ഇനി ഇവരുടെ അപേക്ഷകൾ സ്വീകരിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകുന്നു.